എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാനിന്ന് സംസാരിക്കുന്നത് വെജിറ്റേറിയൻ ഡയറ്റിനെ കുറിച്ചിട്ടാണ്. വെജിറ്റേറിയൻ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും എന്തൊക്കെ സൈഡ് എഫക്റ്റ് ആണ് വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് കോമൺ ആയിട്ട് കാണുന്നത് എന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വെജിറ്റേറിയൻ ഡയറ്റ് നല്ലതാണ്. പക്ഷെ നമ്മൾ കുറേ കാലം വെജിറ്റേറിയൻ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മോണിറ്റർ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ പല ഡെഫിഷ്യൻസീസും അതുപോലെ ഹെൽത്ത് ഇഷ്യൂസും നമുക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പൊ എന്തൊക്കെ ഡെഫിഷ്യൻസികളാണ് നമ്മൾ മെയിൻ ആയിട്ട് വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ന് പറയുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ്സും ഭയങ്കര ആൻസൈറ്റിയും അതുപോലെ തന്നെ ഭയങ്കര വീക്ക്നെസ് ഒക്കെ ആയിരിക്കും. രണ്ടാമത്തെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസിയാണ്. അയൺ ഡെഫിഷ്യൻസിയിൽ കോമൺ ആയിട്ട് നമുക്ക് അനീമിയ കാണാം, വീക്ക്നെസ് കാണാം, ഹെയർ ഫോൾ ഒക്കെ കാണാം. മൂന്നാമത്തെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് സിങ്ക് ഡെഫിഷ്യൻസിയാണ്. സിങ്ക് ഡെഫിഷ്യൻസിയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലോ ആവുന്നത് കാണാം. അതുപോലെ ഹോർമോൺ ഇംബാലൻസ്, PCOD, അതുപോലെ തൈറോയ്ഡ് ഇഷ്യൂസ് പോലുള്ളത്, പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കോമൺ ആയിട്ട് നമുക്ക് കാണാം. അടുത്തൊരു മെയിൻ ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് കാൽഷ്യം, വൈറ്റമിൻ D3 ഡെഫിഷ്യൻസിയാണ്. നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പോലുള്ള സിംറ്റംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ല് തേയ്മാനം എന്ന് നമ്മൾ വിളിക്കും. അടുത്തൊരു മെയിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഒമേഗ ഡെഫിഷ്യൻസിയാണ്. omega-3 ഫാറ്റി ആസിഡിന്റെ ഡെഫിഷ്യൻസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈനെസ്, സ്കിന്നിലെ ഡ്രൈനെസ്, നമുക്ക് ഹോർമോൺ ഇഷ്യൂസ്, അതുപോലെ ഹെയർ ഫോൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടത്? വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം തന്നെ അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്ഗും ഡയറി പ്രൊഡക്ട്സും മസ്റ്റ് ആയിട്ട് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ പ്രോട്ടീൻ മെയിൻ്റനൻസ്, ഒരു ഡെയിലി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് അവർ കറക്റ്റ് അവർ പ്ലാൻ ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ റൂട്ടീൻ ബ്ലഡ് ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് വൈറ്റമിൻ B12, അതുപോലെ അയൺ, പിന്നെ വൈറ്റമിൻ D, ഇതൊക്കെ ഇടയ്ക്ക് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഫേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ റെക്കമെൻഡേഷൻ പ്രകാരം സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ്. സോ വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സിംറ്റം കൂടിയാണ് ബ്ലോട്ടിങ്. ഭയങ്കര എന്താ പറയുക, വയറ് വീർത്ത് കിട്ടുന്ന ഒരു അവസ്ഥ. പിന്നെ വെജിറ്റേറിയൻ ഡയറ്റ് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഫോളോ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടും കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തിട്ടും ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസും ഹെൽത്ത് ഇഷ്യൂസും വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പൊ നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.